ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആദീസ് ആൻഡ് നിധീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മുട്ട ബജി ഉണ്ടാക്കിയാലോ? മഴയും തണുപ്പും ഒക്കെയല്ലേ, അപ്പം വിചാരിച്ചു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇന്ന് മുട്ട ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവും പിന്നെ ഇടിയപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ പൊടിയില്ലേ, അരിപ്പൊടി, അതും കുറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന്, ഉപ്പും കുറച്ച് കായം കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കായം കൂടി എടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒന്ന് കട്ട പിടിച്ച് പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി എടുക്കണം. അങ്ങനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബജിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തൊന്ന് പുഴുങ്ങിയിട്ട് അതൊന്ന് നെടുകെ കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഈ ബാറ്ററിനകത്തോട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പം ആ സമയം കൊണ്ട് നമ്മളവിടെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാകാൻ വെച്ച് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഈ മുട്ട ബാറ്ററിനകത്ത് മുക്കിയത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു കാ പഴുത്തതും കൂടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ബാറ്ററിനകത്ത് തന്നെ ഇട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അകത്ത് നല്ല മധുരവും പുറത്ത് ഇച്ചിരി എരിവും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയും കൂടെ ഇട്ട് ഞങ്ങൾ മഴയത്ത് ചായയും മുട്ട ബജിയും ബനാന ബജിയും കൂടെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. കൂടെ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്